ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈബ്സ് വിത്ത് സൂര്യ. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു ബിഗിനേഴ്സിനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാൻ എന്തൊക്കെ വേണം എന്ന് നോക്കാം. സോ ഫസ്റ്റ് വേണ്ടത് നമ്മുടെ കഴുകി വെച്ച ചിക്കൻ തന്നെയാണ് മെയിൻ. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി കുറച്ച് ഉപ്പും വിനെഗറൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത്, ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് 3 സവോളയാണ്. അത് വന്നിട്ട് അത്യാവശ്യം വലിയ സൈസിലാണ് എടുത്തിരിക്കുന്നത്. സോ അപ്പം നമുക്ക് ഒരുപാട് അങ്ങിട്ട് ഗ്രേവി വേണ്ടാത്തവരാണെങ്കിൽ സവോളയുടെ എണ്ണം കുറച്ചാൽ മതി. പക്ഷെ ഒത്തിരി ഇട്ടാലും മധുരം തോന്നിക്കും. ഇനി വേണ്ടത് കുറച്ച് കറി ലീവ്സ് ആണ്. 2 ടൊമാറ്റോ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക്. ഇത് നിങ്ങൾക്ക് പേസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ചിലർ അരിഞ്ഞ് ചേർക്കാറുണ്ട് വെളുത്തുള്ളിയൊക്കെ, അങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാനിവിടെ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. പിന്നെ നല്ല എരിവുള്ള 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ചിക്കൻ കറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു കടായി വെക്കുക. ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രം എടുത്തതേ ഉള്ളൂ. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കറി വെക്കുന്ന ചീനിച്ചട്ടി എന്നൊക്കെ പറയില്ലേ, അതുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു സമയത്ത് ഞാൻ പോയിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് മസ്റ്റാർഡ് സീഡ്സ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ടെമ്പർ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കരിവേപ്പില ചേർക്കാം, അതല്ലെങ്കിൽ പിന്നീട് ചേർത്താലും മതി. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നന്നായിട്ട് എരിവുള്ള ഒരു മീഡിയം സൈസിൽ വരുന്ന 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സോ ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറുന്നതായിട്ട് ഫീൽ ചെയ്യും. ആ ഒരു സമയത്ത് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ അതൊന്ന് വാടി അതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറി വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും അറിയാം. ഞാനിവിടെ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാണ് സവോള കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നടുകെ കട്ട് ചെയ്തിട്ട് ഇത് സൈഡ് ചരിച്ചിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. എങ്ങനെ കട്ട് ചെയ്താലും ഇത് കംപ്ലീറ്റ്ലി വഴണ്ട് ചേരും. ആ ഒരു സമയത്ത് ഇതിൻ്റെ സ്ട്രക്ചറൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ, ഗ്രേവി പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അരിയുന്നതിലും അരയ്ക്കുന്നതിലും ഒക്കെയാണ് കറിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് അതിലും വ്യത്യാസം ഉണ്ടാവും. അതുപോട്ടെ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ കുറച്ച് സോൾട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് ചിക്കൻ കറി തനിയെ വെക്കുന്നതെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതിയായിരിക്കും സോൾട്ട്. കാരണം നമുക്ക് ഫസ്റ്റ് ടൈം ഒക്കെ ആകുമ്പോൾ കുറച്ച് ടെൻസ്ഡ് ആയിരിക്കുമല്ലോ. ആ ടൈമിൽ ഉപ്പ് ചേർത്താൽ കൂടി പോവോ കുറഞ്ഞു പോവോ എന്നൊക്കെയുള്ള തോട്ട്സ് ഉണ്ടായിരിക്കും മനസ്സിൽ. സോ ആ ടൈമിൽ നിങ്ങൾ ഉപ്പ് ചേർക്കാൻ നിൽക്കണ്ട, ലാസ്റ്റ് ചേർത്താൽ മതി. ഞാനിവിടെ ഫസ്റ്റ് ടൈം ചേർത്തത് എന്താന്ന് വെച്ചാൽ, നമ്മൾ സവോളയിൽ ആദ്യമേ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുവാണെങ്കിൽ സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമുക്ക് ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതുകൊണ്ടാണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒരു ബ്രൗണിഷ് ഒരു ഗോൾഡൻ കളറിലേക്കൊക്കെ മാറുന്ന സമയത്ത് വേണം നമ്മൾ കുറച്ച് കറി ലീവ്സ് ചേർത്ത് കൊടുക്കാൻ. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പേയും ചേർക്കാം. അതായത് കടുക് പൊട്ടിച്ച് ആ ഒരു സമയത്ത് വേണമെങ്കിലും ചേർക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ കറിവേപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണമൊക്കെ കാണും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചതാകുമ്പോൾ അത്രയ്ക്കൊരു ഫ്ലേവർ, ഒരു അരോമ ഒന്നും ഫീൽ ചെയ്യത്തില്ല. നല്ല നാടൻ കറിവേപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അങ്ങോട്ട് വഴറ്റുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ വരും കിച്ചൺ കംപ്ലീറ്റ്ലി. അപ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രമാത്രം സെറ്റ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 വലിയ ടൊമാറ്റോസ് ആണ്, അതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പുളിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഉള്ളിയും തക്കാളിയും സിങ്ക് ആവുന്നൊരു ടേസ്റ്റ് നോർമലി എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ 2 ടൊമാറ്റോ ഇവിടെ എടുത്തിട്ടുണ്ട് 1.5 കിലോ ചിക്കന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി,
അതിൽ ഈ ഒരു സ്പൂൺ അളവിൽ തന്നെ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി വളരെ ഓപ്ഷണലാണ്, ചിലർക്കത് ഇഷ്ടമല്ല. അതിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഒഴിവാക്കാം. പിന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എരിവ് വീട്ടിലെ മുളക് പൊടിക്ക് സാധാ നോർമൽ മുളകൊക്കെയാണ് പൊടിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഇത്രയൊന്നും വാരി ചേർക്കരുത്, ഭയങ്കര എരിവ് തോന്നും. ഇതിപ്പോൾ കളർ മാത്രമേ കൂടുതൽ തോന്നൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചില്ലി പൗഡർ ആഡ് ചെയ്തത്. ഇനി ഫൈനലായിട്ട് നമ്മുടെ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈസ്റ്റേൺ ചിക്കൻ മസാല ഒരു 2-2.5 സ്പൂണോളം ചേർത്തു തോന്നുന്നു. അപ്പൊ അത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഈ ഗ്രേവി ഇതിലേക്കൊന്ന് പിടിപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഗ്രേവിയും നമ്മുടെ മസാലാസും ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചിക്കൻ ഇടാം. അതല്ലെങ്കിൽ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ചിക്കനിലെ വെള്ളം കംപ്ലീറ്റ്ലി വരും. അതല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ഗ്രേവി റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ നമ്മുടെ ഗ്രേവി നല്ല സെറ്റായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലായപ്പോഴാണ് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി വെള്ളം കോരി ഒഴിക്കരുത് ആദ്യമേ. ചിക്കനിൽ നന്നായിട്ട് വെള്ളമുണ്ട്, കാരണം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചിക്കനിലെ കംപ്ലീറ്റ് വെള്ളവും ഇറങ്ങിയിട്ട് നമുക്ക് കറി, അതായത് ചിക്കൻ കറിക്ക് വേണ്ട ഗ്രേവി സെറ്റ് ആവും. അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. സോ ഇനി നമുക്ക് ഈ മസാലയിലിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്തെടുക്കണം. കംപ്ലീറ്റ് മസാലയും പിടിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ചിക്കനിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇത് വെന്തതിന് ശേഷം, അതായത് ഒരു ഹാഫ് കുക്ക്ഡ് ആയതിനു ശേഷം ഒത്തിരി തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിക്കൻ പൊടിഞ്ഞു പോവും, അതിന്റെ ബോൺസിൽ നിന്ന് ആ പീസസ് വിട്ടുപോകും. അപ്പോൾ ഒത്തിരി ഇട്ടങ്ങ് ബലം പ്രയോഗിച്ച് ഇളക്കാതെ ഒന്ന് അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ചിക്കൻ കറിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും കുറച്ച് പരിപാടീസ് കൂടെ ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോൾ ചിക്കൻ കറി വെച്ചാലും നമ്മുടെ ഹോൾ സ്പൈസസ് ഇല്ലേ, അതിൽ കുറച്ച് പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കും. ഇപ്പോൾ ചിക്കൻ അത്യാവശ്യം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഗ്രേവി ആയി. നിങ്ങൾക്ക് ഒത്തിരി ചാറ് വേണം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ. കാരണം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടെ ചാറ് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ നമ്മുടെ ഹോൾ സ്പൈസസ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് ഒത്തിരി അങ്ങ് തരിതരിന്ന് പൊടിച്ചിട്ടില്ല, കുറച്ച് കിടക്കത്തക്ക രീതിയിലാണ് പൊടിച്ചത്. ഇനി ഇതിട്ടിട്ട് ഒരു 2-3-4 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ ഈ ഗരം മസാല ചേർത്താലും മതിയാവും. ഞാനിവിടെ ഗരം മസാല അല്ല ചേർക്കാറ്. ഇപ്പോൾ ഇത് ചേർത്തു, നമ്മുടെ വലിയ ജീരകമൊക്കെയാണ് ചേർത്തത്, പെരിഞ്ജീരകം. അപ്പോൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ ചിക്കനിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. നമ്മൾ ഇത് അതിൻ്റെ അടപ്പൊക്കെ ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും ചിക്കൻ കറിക്ക്. വിളമ്പുന്ന സമയത്തും നല്ലൊരു അരോമ ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി കംപ്ലീറ്റ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഓപ്ഷനിലാണ്. ചിലർക്ക് ഈ തേങ്ങാ പീസസ്, അതായത് ഇടയ്ക്ക് ഇങ്ങനെ കറിയുടെ കൂടെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് പീസസ് ഇട്ടു. അത് ലാസ്റ്റാണ് ഇട്ടത്, കാരണം ആ ചിക്കനിലെ ചൂടിൽ തന്നെ വെന്താൽ മതി. ഒത്തിരി അങ്ങ് വെന്ത് അതിനോടൊപ്പം യോജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്തത്. ചിലരിത് കടുക് വറുത്ത് ലാസ്റ്റ് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ മൂപ്പിച്ച് ചേർക്കാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ഞാനിവിടെ വെക്കാറുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി. പല ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്. ഇത് എൻ്റെ മെയിൻ ആയിട്ടുള്ള, ഞാൻ ഫസ്റ്റ് ടൈം ചിക്കൻ കറി വെച്ചപ്പോൾ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണിത്. ഇപ്പോഴും വീട്ടിൽ ഞാൻ ഈ രീതിയിൽ ട്രൈ ചെയ്യാറുണ്ട്. ലാസ്റ്റായിട്ട് നമ്മുടെ ചിക്കനിലെ എണ്ണ കണ്ടോ, ആ കൊഴുപ്പൊക്കെ ഒന്ന് തെളിഞ്ഞ് മണ്ടയിൽ ഒന്ന് വരുന്ന സമയമായിരിക്കും നമ്മുടെ ചിക്കൻ റെഡി ആവുക. ആ ഒരു സമയത്ത് നമുക്ക് നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറി ലീവ്സ് ഞാൻ ഒന്ന് എന്താ പറയുക, ഒന്ന് അലങ്കാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്താ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചിക്കൻ എന്താ കോമ്പിനേഷൻ അല്ലേ, എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാമല്ലോ. സോ നമ്മളിവിടെ വൈകിട്ട് 4 മണിക്ക് ചായയുടെയൊക്കെ കൂടെ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയുമാണ് കഴിച്ചത്. അപ്പോൾ അന്ന് എടുത്ത വീഡിയോ ആണിത്. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. അപ്പോഴേ നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.